പരസ്യ കമ്പനികൾ കാരണം KSRTCക്ക് ഉണ്ടാകുന്നത് കോടികളുടെ നഷ്ടമാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 65 കോടി രൂപയെങ്കിലും നഷ്ടമുണ്ടായി കാണും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇത്തരക്കാരെ കരിമ്പട്ടികയിൽപ്പെടുത്തി. ആർക്കും പരസ്യം പിടിക്കാൻ പറ്റുന്ന രീതിയിൽ KSRTCയുടെ തൊഴിൽ ദാന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ഈ പരസ്യം സാധാരണ വലിയ വലിയ കമ്പനികൾ കൊടുക്കാറുണ്ട്. KSRTCയുടെ ചില ജീവനക്കാർ പിടിച്ചുകൊണ്ടിരുന്നുണ്ട് പരസ്യം. അപ്പോൾ ഈ കമ്പനികൾ കൊടുക്കുമ്പോൾ ഇവന്മാർ കുത്തക കമ്പനിയാണ്. ഇവന്മാർ കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായി KSRTC കോടാനുകോടിയുടെ നഷ്ടം ഉണ്ടാക്കുക. അങ്ങനെ KSRTCക്ക് കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനിടയിൽ ഒരു 65 കോടി രൂപയെങ്കിലും ഈ വകയിൽ നഷ്ടമുണ്ട്. അപ്പോൾ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് അവന്മാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും വരത്തില്ല, അവന്മാർ സംഘം ചേർന്ന് വരാതിരിക്കുക. ടെൻഡറിൽ ആരും പങ്കെടുക്കില്ല, സംഘം ചേർന്ന് വരാതിരിക്കുക. അവൻ സംഘം ചേർന്ന് വരാതിരിക്കുക. അവനെ വിറ്റ കാശ് നമ്മളെ പോക്കറ്റിൽ കിടപ്പുണ്ട്. നമ്മൾ പത്തനാപുരത്തെ MLA ആണ്. ഞാൻ എന്താ ചെയ്തെന്നറിയാം, അടുത്ത പരിപാടി വരുന്നു. ഏതൊരു ചെറുപ്പക്കാർക്കും KSRTCയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എംപാനൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പരസ്യം പിടിക്കാം. നിങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന പരസ്യത്തിന് ഒരു നിശ്ചിത ശതമാനം അപ്പം തന്നെ കൈ തരും. 1 ലക്ഷം രൂപ പരസ്യം കൊണ്ടുവന്നാൽ 15% നിങ്ങളുടെ കമ്മീഷൻ എങ്കിൽ 15,000 രൂപ ആ ക്യാഷ് ബാങ്കിൽ വരുന്ന ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മാറ്റി തരും. കേരളത്തിലെ 1000-കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർക്ക് KSRTCയിൽ പരസ്യം പിടിച്ച് ജീവിക്കാം. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ലിജോ, KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിൽ പരസ്യ കമ്പനികളെ പഴിക്കാൻ എന്താണ് കാരണം? ദിവ്യ, പത്തനാപുരത്ത് നടന്ന തൊഴിൽ മേളയിലായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പലതരത്തിൽ KSRTCക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. KSRTC മൊത്തത്തിൽ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പരസ്യ കമ്പനികൾ വരുത്തി വയ്ക്കുന്ന വലിയൊരു നഷ്ടമുണ്ടാകുന്നുണ്ട്. ഒരു ടെൻഡർ വിളിച്ചവർ ടെൻഡർ എടുത്തതിന് ശേഷം പലതരത്തിൽ കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ട് KSRTCക്ക് തിരികെ അവർക്ക് കോടികൾ കൊടുക്കേണ്ടി വരുന്നു. കഴിഞ്ഞ 6-7 വർഷത്തിനുള്ളിൽ 65 കോടിയിലധികം രൂപയാണ് അത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബദൽ മാർഗം ഇപ്പോൾ KSRTC ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. കൊറിയർ സംവിധാനമൊക്കെ കൊണ്ടുവന്നത് പോലെ തന്നെ ഇത്തരത്തിൽ പരസ്യം ആർക്കും പിടിക്കാം. എംപാനൽ ചെയ്യുന്ന ആർക്കും പരസ്യം പിടിക്കാം. പരസ്യം പിടിച്ചു നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കമ്മീഷൻ തുക ലഭിക്കും. തൊഴിൽമേളയാണ് സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. തൊഴിലില്ലാതെ നടക്കുന്ന ഈ അഭ്യസവിദ്യരായിട്ടുള്ള ആർക്കും ഇത്തരത്തിൽ പരസ്യം പിടിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്കുള്ള പരസ്യം പിടിച്ചു കഴിഞ്ഞാൽ 15,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. ഇത്തരത്തിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വലിയ രീതിയിലൊരു സമ്പാദ്യ മാർഗമായി ഇത് മാറുമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി ഇത്തരത്തിൽ ഈ പരസ്യ കമ്പനികളുടെ ഈ ചതിയിലേക്ക് ചെന്ന് വീഴാൻ KSRTC തയ്യാറാകുന്നില്ല. ഇവരെയൊക്കെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്.